ഇത് ഒന്ന് ടൈംലി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ജസ്റ്റിസ്. നീതി വൈകാൻ പാടില്ല. കുറ്റം നടന്നു കഴിഞ്ഞാൽ ഇരയ്ക്കും അതുപോലെ തന്നെ പ്രതിക്കും അവർക്ക് അർഹിക്കുന്നത് കിട്ടണം. ഒരാൾക്ക് കോമ്പൻസേഷൻ കിട്ടണം, മറ്റേ ആൾക്ക് ഫെയർ ട്രയൽ കിട്ടണം, ഒരാൾക്ക് ശിക്ഷ കിട്ടണം. അത് പെട്ടെന്ന് കിട്ടണം, സമയത്ത് കിട്ടണം. അങ്ങനെ കിട്ടാൻ സഹായിക്കുന്ന ഏത് നീതിന്യായ വ്യവസ്ഥയും നല്ലതാണ്, ഗുണകരമാണ് എന്ന് നമ്മൾ പറയും. ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ ആ രീതിയിൽ നോക്കിയാൽ അങ്ങനെയാണെന്ന് പറയാൻ കഴിയില്ല. ഈ BNS വരുമ്പോഴും എന്തെങ്കിലും കാര്യമായ മാറ്റം അതിൽ പ്രതീക്ഷിക്കാനാവില്ല എന്ന് തന്നെയാണ് പറയേണ്ടത്. ഇനി മറ്റൊന്നുള്ളത് ഫെയർ ട്രയൽ. ഫെയർ ട്രയലാണ് മറ്റൊരു നല്ല നീതിന്യായ വ്യവസ്ഥയുടെ ഒരു ലക്ഷണം. ഏതൊരു കുറ്റവാളിയായാലും അത് അജ്മൽ കസബ് ആയിക്കോട്ടെ, രാജ്യത്തിനെതിരെയുള്ള കുറ്റമായിക്കോട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ വളരെ മോശം, ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ആളൂർ എന്നൊക്കെ പറയുന്ന ഒരു അഭിഭാഷകനെ കുറിച്ച് പറയാറുണ്ട്. അയാളെല്ലാം മോശം കേസുകളും എടുക്കും എന്ന് പറയും. പക്ഷേ എന്നിരുന്നാലും ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം എന്ന് പറയുന്നത് ഫെയർ ട്രയൽ. അഭിഭാഷകൻ ഇല്ലാത്താക്കുക, അഭിഭാഷകനെ ഉണ്ടാക്കി കൊടുക്കുക. പക്ഷേ ട്രയൽ നടക്കണം. ട്രയൽ നടക്കാതെ വിസ്താരമില്ലാതെ ശിക്ഷയില്ല, വിസ്തരിക്കപ്പെടണം എന്നുള്ളതാണ്. ഇപ്പോൾ പ്രതിക്കൊന്നും പറയാൻ കഴിയാത്ത അവസ്ഥയാണെങ്കിലും ആ കേസുകളെല്ലാം ചുമ്മാതെ അയാൾക്കൊന്നും പറയാനില്ല എന്നാൽ ശിക്ഷിച്ചേരെ എന്ന രീതിയിൽ ശിക്ഷിക്കാൻ പറ്റില്ല. വളരെ ഇൻകൺട്രോളബിൾ ആയിട്ടുള്ള എവിഡൻസ്, കൊറോബറേറ്റ് ചെയ്ത എവിഡൻസ് എല്ലാം വെച്ച് വേണം ശിക്ഷിക്കാൻ. ഇനി മറ്റൊന്നുള്ളത് ഫെയർ കോമ്പൻസേഷനാണ്. വിക്ടിമിന് എപ്പോഴും ഒരു നഷ്ടപരിഹാരം വളരെ ഫെയർ ആയിട്ട് കിട്ടിയിരിക്കണം. പ്രതിയുടെ അവകാശമാണ് ഫെയർ ട്രയൽ. പിന്നെ അതുപോലെ തന്നെ യൂണിഫോമിറ്റി ആൻഡ് ക്ലാരിറ്റി എന്ന് പറയും. ഏതൊരു നിയമസംഹിതയും രാജ്യത്തുടനീളം നമ്മൾ യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ചും യൂണിഫോം പീനൽ കോഡിനെ കുറിച്ചും ഒക്കെ പറയുന്നു. ഈ BNS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിഫോമാണ്. പീനൽ കോഡും ഓൾമോസ്റ്റ് യൂണിഫോം തന്നെ ആയിരുന്നു. അതാണ് ഒരു നല്ല നിയമവ്യവസ്ഥയുടെ ഒരു ക്വാളിറ്റി എന്നത്. അതോടൊപ്പം തന്നെയാണ് ക്ലാരിറ്റി ഉണ്ടാവണം. ഇന്ത്യൻ നിയമവ്യവസ്ഥയ്ക്ക് IPCയിൽ വളരെ ഇലാബറേറ്റ് ആയിട്ടുള്ള, പലപ്പോഴും കോൺട്രഡിക്ടറി എന്ന് തന്നെ തോന്നാവുന്ന വ്യാഖ്യാനക്ഷമത ഒരുപാടുള്ള വരികളും പ്രൊവിഷൻസും ഒക്കെ ആയിരുന്നു ഇന്ത്യൻ IPCയിൽ ഉണ്ടായിരുന്നത്. അതിനൊക്കെ വലിയൊരു മാറ്റം BNSൽ വന്നിട്ടുണ്ടെന്ന് പറയാൻ സാധിക്കില്ല. പലതും അപ്പടി തന്നെ കോപ്പി ചെയ്ത് വെച്ചിരിക്കുകയാണ്. സ്പിരിറ്റ്, കണ്ടൻറ്റ്, ലാംഗ്വേജ് എല്ലാം തന്നെ കോപ്പി ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഒരു അപ്ഡേഷൻ കാര്യമായ രീതിയിലൊരു അപ്ഡേഷൻ ആണെന്ന് പറയാൻ കഴിയില്ല. എന്നിരുന്നാലും ചില മാറ്റങ്ങളില്ല എന്ന് പറയാൻ നമുക്ക് സാധിക്കുകയില്ല. ഇതാണ് ഈ 3 ബുക്കുകളാണ്: IPC, CRPC, ഇന്ത്യൻ എവിഡൻസ് ആക്ട്. ഇത് 3ഉം യഥാക്രമം IPC വന്നിട്ട് ഭാരതീയ ന്യായ സംഹിതയാവും, CRPC വന്നിട്ട് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയാവും, ഇന്ത്യൻ എവിഡൻസ് ആക്ട് വന്നിട്ട് ഭാരതീയ സാക്ഷ്യ അധിനിയം അല്ലേ, സാക്ഷ്യ അധിനിയം. BNSS, BSA. ഇതാണ് ഇതിൻ്റെ 3 ബുക്കിൻ്റെ. ഇതിൽ 2024 ജൂലൈ 1 മുതൽ നടപ്പിലാക്കും എന്നാണ് ഹോം മിനിസ്ട്രിയുടെ നോട്ടിഫിക്കേഷൻ പ്രകാരം നമുക്ക് ഉറപ്പിക്കേണ്ടത്. ഇതുവരെ നോട്ടിഫിക്കേഷൻ ഇല്ല എന്നാണ് കരുതിയിരുന്നത്. ഇത് 2 ദിവസം മുമ്പാണ്, 2 അപ്പോൾ ഒരു ഫെബ്രുവരി 24, 3-4 ദിവസത്തിന് മുന്നെയാണ് ഈ നോട്ടിഫിക്കേഷൻ ഇറങ്ങിയത്. അതിൽ ഒരു കാര്യം മാത്രമാണ് മരവിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അതായത് സെക്ഷൻ 106 സബ്സെക്ഷൻ 106 സബ്സെക്ഷൻ 2 പ്രകാരം ഈ ഹിറ്റ് ആൻഡ് റൺ വണ്ടി ഇടിച്ചിട്ട് ഓടിപ്പോകുന്നതും, പിന്നെ നെഗ്ലിജൻ്റ് ഡ്രൈവിങ്, മനഃപൂർവ്വമല്ലാത്ത നരഹത്യ ഉള്ള ഡ്രൈവിങ്, എന്നാൽ അശ്രദ്ധയോടെ വണ്ടി ഓടിച്ച് അപകടം ഉണ്ടാക്കുക, ആളപായം ഉണ്ടാക്കുക എന്നുള്ളത്. അതിൻ്റെ 2 വർഷമായിരുന്നു, അത് 5 വർഷമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ ഇടിച്ചിട്ടിട്ട് നിങ്ങൾ സ്ഥലത്തുനിന്ന് റിപ്പോർട്ട് ചെയ്യാതെ കടന്നു കളയുക എന്നുള്ളത്, അതിന് ആ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ 10 വർഷവും ഫൈനും എന്നുള്ളതാണ് ഈ BNSൽ നിർദ്ദേശിച്ചിരുന്നത്. ഇതിനെതിരെ രാജ്യമെമ്പാടുള്ള വണ്ടി ഓടിക്കുന്ന ആളുകൾ വന്ന് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി അതിപ്പോൾ തൽക്കാലം മരവിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. മനസ്സിലല്ലേ? ബാക്കി എല്ലാം തന്നെ ഈ ജൂലൈ 1-ാം തീയതി വരും. ഇപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞു, ന്യായ സംഹിത വേഴ്സസ് പീനൽ കോഡ്. ഒന്ന് നിയമ വ്യവസ്ഥ, ജസ്റ്റിസ് എന്നുള്ളതാണ്. രണ്ടാമത്തത് പീനൽ കോഡാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട സേലിയൻ ഫീച്ചേഴ്സിലൂടെയാണ് കടന്നു പോകാൻ. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, ഇങ്ങനെ ഉള്ളടക്കമാണ്, കുറച്ചുകൂടെ കൊഹറൻ്റ് ആണ്, കുറച്ചുകൂടെ വെൽ കൺസ്ട്രക്റ്റഡ് ആണ്. കുറേ വാക്കുകൾ മാറ്റിയിട്ടുണ്ട്, കുറേ ആഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ കുറേ കൂടെ അച്ചടക്കമുണ്ട്. മൊത്തത്തിൽ പുസ്തകമായിട്ട് നോക്കിക്കഴിഞ്ഞാലും
പിന്നെ കുറേ അപ്ഡേഷൻ സംഭവിച്ചിട്ടുണ്ട്. പുതിയ കുറേ കാര്യങ്ങൾ, സൈബർ ക്രൈമിൻ്റെ കാര്യം എടുത്തിട്ടുണ്ട്, മോബ് ലിഞ്ചിങ്ങിൻ്റെ കാര്യം ഉണ്ട്, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി സർവീസ്, അതൊക്കെ ഈ അമേരിക്കയിലൊക്കെ കാണുന്ന ടൈപ്പുള്ള സംഗതികൾ, അതൊക്കെ ഇന്ത്യൻ പീനൽ കോഡല്ല, എന്താണ് പറയുന്നത്, ന്യായ സംഹിത, അങ്ങനെയാണ് പറയുന്നത്. ഇനി പീനൽ കോഡ് എന്നൊരു വാക്ക് ഉദ്ദേശിക്കാൻ പറ്റും. നമ്മൾ പീനൽ കോഡ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ നമ്മളെ ശിക്ഷിക്കാനായിട്ട് ഉണ്ടാക്കിയ സാധനം എന്നുള്ളതാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ്. ഇനി നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന സ്റ്റേറ്റ് നമ്മൾ തന്നെയാണ്, നമ്മളുടെ പൗരന്മാരോട് ന്യായം ചെയ്യുന്നു എന്നാണ് BNSൻ്റെ ഒരു കോൺസെപ്റ്റ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി സർവീസ് എന്നാണ്. സാധാരണ ഇതിൽ 5 തരം പണിഷ്മെൻ്റാണ് ഇന്ത്യൻ പീനൽ കോഡിൽ ഉണ്ടായിരുന്നത്. ഒന്ന് മരണശിക്ഷ, മറ്റൊന്നുള്ളത് ജീവപര്യന്ത ശിക്ഷ, 3 ഇംപ്രിസൺമെൻറ്റ്, അതായത് തടവ്. 2 തരം തടവുണ്ട്. കഠിന തടവ്, അതായത് നിങ്ങൾ തടവിലായിരിക്കുമ്പോൾ പാറ പൊട്ടിക്കണം, പിന്നെ പത്തിരി അടിക്കണം, പൊറോട്ട അടിക്കണം, അങ്ങനെ കുറേ കാര്യങ്ങളും. ഇനി സിമ്പിൾ പണിഷ്മെൻറ്റ്, സിമ്പിൾ തടവുണ്ട്, ചുമ്മാ തടവി വെറുതെ ഇരുന്നാൽ മതി, പത്രമൊക്കെ വായിച്ച് ഇങ്ങനെ പോകാവുന്ന, അതാണ് കഠിന തടവും അല്ലാതുള്ള സാധാരണ തടവും തമ്മിലുള്ള വ്യത്യാസം. പിന്നെ 4ാമത്തെ ശിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർഫീച്ചർ ഓഫ് പ്രോപ്പർട്ടി, വസ്തുവകൾ പിടിച്ചെടുക്കുക, നിങ്ങളുടെ വസ്തുവകൾ മുഴുവൻ പിടിച്ചെടുക്കുന്ന ഒരു ശിക്ഷയായിരുന്നു. 5ാമത്തെ ആയിരുന്നു ഫൈൻ. ഇപ്പോൾ ഈ 5 ശിക്ഷകളാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. ഫൈൻ ഉണ്ടായിരുന്നു, പിടിച്ചെടുക്കലുണ്ടായിരുന്നു, തടവുണ്ടായിരുന്നു, ജീവപര്യന്ത തടവുണ്ടായിരുന്നു, വധശിക്ഷ ഉണ്ടായിരുന്നു. ഇതിൽ 6ാമത്തെ ഒരു ശിക്ഷ കൂടി BNS കൊണ്ടുവരുന്നുണ്ട്, അതാണ് കമ്മ്യൂണിറ്റി സർവീസ്, സാമൂഹ്യ സേവനം. ഈ സാമൂഹ്യ സേവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്ക് വളരെ വളരെ എന്താ പറയുന്നത്, അൺസർട്ടൺ ആണ്, ഡൂബിയസ് ആണ്, വേഗാണ്. എന്താണ് ഈ സാധനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പണ്ട് പിന്നെ അങ്ങനെ എന്താ സെയിൽസിങ് പോയി അമൃത്സറിലെ സിഖുകാരുടെ ഗുരുദ്വാര ഉണ്ടല്ലോ, സുവർണക്ഷേത്രത്തിൽ തങ്കയായിട്ട് പ്രഖ്യാപിച്ചു. ആ സെയിൽസിങ്ങും പോയിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ പോയി ചെരുപ്പ് കഴുകി പുള്ളി. പിന്നെ അതേപോലെ ചിലർ വിളമ്പി കൊടുക്കും ആഹാരം. ഈ മതശാലകളിലൊക്കെ പോയിട്ട് ആഹാരം വിളമ്പി കൊടുക്കൽ, അവിടെ വോളണ്ടറി ആയിട്ട് വർക്ക് ചെയ്യൽ, ഖുറാൻ പ്രതികൾ അച്ചടിച്ച് വിതരണം ചെയ്യുക. ചില പണ്ടൊക്കെ അങ്ങനെയൊക്കെ ഭഗവത്ഗീതയുടെ 100 പ്രതികൾ കുറ്റം ചെയ്തു അതിൻ്റെ ഇതായിട്ട് ഫൈനും അടയ്ക്കുക. പിന്നെ അങ്ങനെ 10 പേർക്ക് ആഹാരം കൊടുക്കുക, പിന്നെ കുഷ്ഠരോഗ ആശുപത്രിയിൽ പോയി വൃത്തിയാക്കുക, അതൊന്നും ചെയ്യത്തില്ല. ഇങ്ങനെയൊക്കെയുള്ള കാര്യം പലതും മതപരമായ കാര്യങ്ങൾ, അമ്പലം തുറക്കുക, ഇതെല്ലാം കമ്മ്യൂണിറ്റി സർവീസാണ്. ഇത് ഭയങ്കര പ്രശ്നമാണ്. കാര്യം ഈ കമ്മ്യൂണിറ്റി സർവീസിൽ ഓരോരോ ഓർഡർ വരുമ്പോഴാണ് അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞ് മാറ്റി മാറ്റി വെക്കുക. കമ്മ്യൂണിറ്റി സർവീസ് ബേസിക്കലി ഇപ്പോൾ സർക്കാർ ആശുപത്രിയിൽ പോയിട്ട് എന്താണ് പറയുക, ചീട്ട് കൊടുക്കുന്ന, അവിടെ ഇരുന്ന് 1 ദിവസം 10 ദിവസം ചീട്ട് കൊടുക്കുക, അങ്ങനെയൊക്കെ ഉള്ളത് വൃത്തിയാക്കുക. പക്ഷെ അതൊന്നും ചെയ്യത്തില്ല. അപ്പോൾ എന്തായാലും കമ്മ്യൂണിറ്റി സർവീസ് പുതുതായിട്ട് ഒരു കുറ്റമായിട്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട്, ഒരു ശിക്ഷയായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതൊരു വലിയ പ്രശ്നമാകാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യവും നമ്മൾ നേരെ ചെയ്യില്ല എന്നുള്ളത്. പരീക്ഷ എഴുതാന്ന് വെച്ചാൽ പരീക്ഷ നല്ല കാര്യമാണ്, പക്ഷേ പരീക്ഷ എന്ന് പറഞ്ഞാൽ നമ്മൾ കോപ്പിയടിയും അങ്ങോട്ടും ഇങ്ങോട്ടും നോട്ടവും മോഷണവും തുണ്ടും ബഹളവും അധ്യാപന വെളിമാഷി ഒഴിപ്പും എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നത്. അപ്പോൾ ശരിയായിട്ടൊരു കാര്യം ചെയ്യുക എന്ന് പറയുന്നതാണ് നമ്മളെ സംബന്ധിച്ച് വെല്ലുവിളി. നിയമങ്ങളില്ലാത്തതുകൊണ്ടല്ല. അതുകൊണ്ട് തന്നെ ഈ BNSൽ കൊണ്ടുവന്ന ഈ കമ്മ്യൂണിറ്റി സർവീസ്, ഈ ജയിലിൽ പിടിച്ചിടുക എന്നൊക്കെ പറയുന്നതും മറ്റ് ശിക്ഷകളൊക്കെ കുറച്ചുകൂടെ ഡെഫിനറ്റ് ആണ്. ഈ കമ്മ്യൂണിറ്റി സർവീസ് വളരെ വീക്കാണ്. അതെന്തായി തീരുമെന്ന് കണ്ടറിയണം കോശി എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇതാണ് ഒരു പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഇത്, ടു റെഡ്യൂസ് ദ ബർഡൻ ഓഫ് ജയിൽസ്. എന്തിനാണ് ഈ കമ്മ്യൂണിറ്റി സർവീസ് കൊണ്ടുവന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജയിലിൽ ഇടമില്ല. സോ ദ കമ്മ്യൂണിറ്റി സർവീസ് ഹാസ് ബീൻ ഇൻക്ലൂഡഡ് ഇൻ BNS ആസ് എ പണിഷ്മെൻറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം ആൻഡ് ഇറ്റ് ഈസ് ബീയിങ് ഗിവൺ എ ലീഗൽ സ്റ്റാറ്റസ്. 2 കാര്യങ്ങൾ. ആദ്യമായി കുറ്റം ചെയ്യുന്ന, കുറഞ്ഞ കുറ്റങ്ങൾ ചെയ്യുന്ന, അത്ര ഗൗരവമില്ലാത്ത കുറ്റം ചെയ്യുന്ന ആളുകൾക്കാണ് ഈ കമ്മ്യൂണിറ്റി സർവീസ്. അതിന് ലീഗൽ സ്റ്റേറ്റസും കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങളുടെ മുഴുവൻ ആധാർ കാർഡിൽ വരെ രേഖപ്പെടുത്താവുന്ന ഒരു സാധനമായിട്ട് മാറിയിട്ടുണ്ട്. രേഖപ്പെടുത്തുന്നത് എനിക്കറിയില്ല. അതാണ് കമ്മ്യൂണിറ്റി സർവീസ്. നിങ്ങൾ 2 മാസം ചെയ്ത ആ പരിപാടിക്ക് ബദലായിട്ട് 2 മാസം അവിടെ ചെന്നു, അല്ലെങ്കിൽ 1 മാസം, ഒരാഴ്ച എന്നൊക്കെ പറഞ്ഞ ഓരോ സാധനങ്ങൾ. ഇലക്ഷൻ ഡ്യൂട്ടിക്ക് വേണമെങ്കിൽ നിയമിക്കാം. അപ്പം മേലെ ചെയ്യത്തില്ല പിന്നെ ആ കുറ്റം. തമാശ പറഞ്ഞാണ്. But the term community service is not defined in BNS. അതാണ് പ്രശ്നം. However, it's defined by explanation to section 23 of the BNSS, മറ്റേ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് എന്ന് പറയുന്നതാണ്, ഭാരതീയ ന്യായ നാഗരിക് സുരക്ഷാ സംഹിത, to mean the work which the court may order a convict to perform as a form of punishment that benefits the community for which he shall be entitled
ടു എനി റെമ്യൂണറേഷൻ. അതായത് സ്വന്തം സമൂഹത്തിന് ഗുണകരമാകുന്ന അല്ലെങ്കിൽ സ്വന്തം സമൂഹത്തിന് നിങ്ങൾ ഒരു തെറ്റ് സമൂഹത്തോടാണ് ചെയ്യുന്നത്, രാജ്യത്തോടാണ് ചെയ്യുന്നത്. അപ്പോൾ ആ തെറ്റിന് പ്രതിഫലമായിട്ട് അല്ലെങ്കിൽ അതിന് പരിഹാരമായിട്ട് ഒരു സമൂഹത്തിന് ഗുണകരമായ ഒരു കാര്യം പ്രതിഫലേച്ഛയില്ലാതെ ചെയ്യണം. പൈസ ഇല്ല, മനസ്സിലായില്ലേ? ഇതിൻ്റെ മുഴുവൻ ആശയം പോയി. പൈസ ഇല്ലാതെ സേവനം ചെയ്യുക എന്നുള്ളത്. അതിനാണ് കമ്മ്യൂണിറ്റി സർവീസ് റിയൽ പൊളിറ്റിക്കൽ സർവീസ് ആയിട്ട് നമുക്ക് മാറും. നമ്മുടെ പൊളിറ്റിക്സിൽ ഇപ്പോൾ അങ്ങനെയല്ലല്ലോ. ഏതൊക്കെയാണെന്ന് നോക്കുക. സെക്ഷൻ 202, 209, 226, 303, 355, 356 ഇതൊക്കെയാണ് കമ്മ്യൂണിറ്റി സർവീസ് ആയിട്ട് ഇപ്പുറത്ത് കുറേ കൊടുത്തിരിക്കുന്നത്. നോക്ക്, അമേരിക്കയിലൊക്കെ ഇത് വ്യാപകമാണ്. എന്താണ് ഇതൊക്കെ? കുറേ സംഖ്യകളുണ്ട്. സെക്ഷൻ 202 പബ്ലിക് സർവൻറ്റ് അൺലോഫ്ലി എൻഗേജിങ് ഇൻ ട്രേഡ്. ഏതൊക്കെ കുറ്റങ്ങളാണ് നോക്കുക. കുറേ കുറ്റങ്ങളുണ്ട്. ഈ ഒരു പബ്ലിക് സർവൻറ്റ്, ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെയുള്ള പബ്ലിക് സർവൻറ്റ് ഇപ്പോൾ ബിസിനസ് ചെയ്യുക, അല്ലെങ്കിൽ ട്രേഡ് കൊമേഴ്സ് ചെയ്യുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജോലി പോയി ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള ഇതിന് ഇപ്പം നിലവിൽ ഐ തിങ്ക് ഇറ്റ്സ് 1 year ജയിൽ ടേം ആൻഡ് ഫൈൻ ആണെന്ന് തോന്നുന്നു. അത് കമ്മ്യൂണിറ്റി സർവീസാക്കി മാറ്റിയിട്ടുണ്ട്. പിന്നെ മറ്റൊന്നത് നോൺ അപ്പിയറൻസ് ഇൻ റെസ്പോൺസ് ടു പ്രൊക്ലമേഷൻ അണ്ടർ ദ സെക്ഷൻ 84 ഓഫ് ഭാരതീയ നാഗരിക് ശിക്ഷാ സംഹിത. ഈ BNSS എന്ന് പറയുമ്പോൾ CRPC എന്ന് കൂട്ടിക്കാണും. CRPC പണ്ട് കോർട്ടിൽ നിന്ന് സമൺ ചെയ്ത് വിളിച്ചിട്ട് ചെല്ലാതിരുന്നു കഴിഞ്ഞാൽ അടുത്ത ജയിലിൽ പറഞ്ഞു വിടില്ല. ജയിലിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് കമ്മ്യൂണിറ്റി സർവീസ്. അപ്പോൾ കൊട്ടാരക്കര ജയിലിലേക്ക് നീ വിളിക്കുന്നു, അവിടുന്ന് ചെല്ലുന്നില്ല, അല്ല കോടതി വിളിച്ച് ചെല്ലുന്നില്ലെന്നുണ്ടെങ്കിൽ കൊട്ടാരക്കര ഗണപതി അമ്പലം വൃത്തിയാക്കുക. ഇതൊക്കെ ആയിരിക്കും ഇപ്പോൾ വരാൻ പോകുന്നത്. ഇനി അടുത്തത് സെക്ഷൻ 226 അറ്റംപ്റ്റ് ടു കമ്മിറ്റ് സൂയിസൈഡ്, കമ്പൽ ഓർ റെസ്ട്രെയിൻഡ് എക്സസൈസ് ഓഫ് ലോഫുൾ പവർ. ഒന്ന് പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ മര്യാദയ്ക്ക് നിൽക്കാതിരിക്കുക. അതുപോലെ തന്നെ ആത്മഹത്യാ ശ്രമം, ഇതിനൊക്കെ ഇപ്പോൾ കമ്മ്യൂണിറ്റി സർവീസാണ്. എനിക്കൊന്ന് ഇതിനകത്ത് അതുപോലെ ഈ കുടിയന്മാർ, ഡ്രങ്കേർഡ്സ്, അത് 24 മണിക്കൂർ ജയിലിൽ പിടിച്ചു വിടണം എന്നായിരുന്നു. 24 നേരത്തോട് നേരം അതിനകത്ത് ഉള്ളിൽ കിടക്കുമ്പോൾ കെട്ടിറങ്ങിയാൽ വിടണം എന്നുള്ളതായിരുന്നു. ഇപ്പോൾ അതിനും കമ്മ്യൂണിറ്റി സർവീസ്. പിന്നെ പ്രൊവിഷൻസ് ബിലോ സെക്ഷൻ 303(2) in cases of theft, the value of the stolen property is less than 5,000 rupees. 5,000 രൂപയെ കുറവാണ് മോഷ്ടിച്ചെങ്കിൽ and a person is convicted or the first time, ആദ്യമായിട്ടാണ് കുറ്റം ചെയ്യുന്നതെങ്കിൽ, shall upon return to the value of the property to the restoration of the stolen property shall be punished with the community service. 5,000 രൂപയെ കുറച്ച് മോഷ്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ, ആദ്യമായിട്ട് മോഷ്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പൈസ തിരിച്ചു കൊടുത്ത് ഏത്തോ ഇട്ടിട്ട് പോയി കമ്മ്യൂണിറ്റി സർവീസ്. പിന്നെ അതുപോലെ തന്നെ ഡ്രങ്കൺ പേഴ്സൺ. പിന്നെ ഡെഫമേഷൻ 356 ഡെഫമേഷനും കമ്മ്യൂണിറ്റി സർവീസാണ്. അത് എനിക്ക് ഇച്ചിരി ഇതായിട്ട് തോന്നുന്നു. അങ്ങനെ ഇവിടെ ഈ ഡെഫമേഷൻ എന്ന് പറഞ്ഞാൽ അപകീർത്തിപ്പെടുത്തുന്ന കേസ്, അതിന് കമ്മ്യൂണിറ്റി സർവീസ് ആണെന്ന് പറഞ്ഞാൽ ഇത് കൂടുതലില്ല. ഇത് ഇപ്പം തന്നെ പോലീസിന് കേസ് എടുക്കാൻ പറ്റാത്ത ഐറ്റമാണ്. അത് കോടതിയാണ് ഡെഫമേഷൻ. സിവിലും ഇതുമുണ്ടല്ലോ, ക്രിമിനലും ഉണ്ട്. പോട്ടെ. ഇനി ഇപ്പോൾ ഈ BNSന്റെ ഒരു പുതിയൊരു സംഗതിയാണ് പെറ്റി ആൻഡ് ഓർഗനൈസ്ഡ് ക്രൈം. പെറ്റി ഓർഗനൈസ്ഡ് ക്രൈം. ഓർഗനൈസ്ഡ് ക്രൈം എന്ന് പറഞ്ഞൊരു സാധനം ഇതിനകത്ത് കൊണ്ടുവരിക. എന്താണ് ഈ ഓർഗനൈസ്ഡ് ക്രൈം? ഓർഗനൈസ്ഡ് ക്രൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേരെ പിടിച്ചുകൊണ്ടേ ഇരിക്കുക. പരമ്പരാഗതമായ പിള്ളേരെ പിടിച്ചുകൊണ്ടിരിക്കുക, വിൽക്കുക, എടുക്കുക, കുറേ കേസ് അവിടെ ഇവിടെയൊക്കെ പൊട്ടി ഒലിച്ച് ഇങ്ങനെ കിടക്കും. അതുപോലെ തന്നെ അധോലോകം, അങ്ങനെയൊക്കെ കുറേ കേസുകളുണ്ടല്ലേ. അൺഓതറൈസ്ഡ് സെല്ലിംഗ് ഓഫ് സിനിമ ടിക്കറ്റ്, ബ്ലാക്ക് മാർക്കറ്റ്, സ്നാച്ചിങ്, ചീറ്റിങ്, എനി ആക്ട് ഓഫ് തെഫ്റ്റ്. അതുപോലെ തന്നെ സെല്ലിംഗ് പബ്ലിക് എക്സാമിനേഷൻ പേപ്പർ, ക്വസ്റ്റ്യൻ പേപ്പർ. അങ്ങനെ ഒരു മാഫിയ ഉണ്ടല്ലോ, ക്വസ്റ്റ്യൻ പേപ്പർ മാഫിയ. അത് സ്ഥിരമായിട്ട് ഓർഗനൈസ്ഡ് ആയിട്ട് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രൈംസാണ് പെറ്റി ഓർഗനൈസ്. പെറ്റി എന്ന് പറഞ്ഞാൽ കുറഞ്ഞ ഗൗരവം എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. പിന്നെ ഓർഗനൈസ്ഡ് ക്രൈമും ഉണ്ട്, പെറ്റി ഓർഗനൈസ്ഡ് ക്രൈമും ഉണ്ട്. എന്തായാലും ഓർഗനൈസ്ഡ് ക്രൈം എന്ന് പറഞ്ഞാൽ സംഗതിയിലേക്ക് വരികയാണ്. ഇന്ത്യൻ ശിക്ഷാ നിയമമല്ല, ഇന്ത്യൻ ന്യായവ്യവസ്ഥയിലേക്ക് വരികയാണ്. അതിൽ പെറ്റി എന്താണെന്നും അല്ലാത്തത് എന്താണെന്നും വിവരിച്ചിട്ടുണ്ട്. ഇതൊരു പുതുമയാണ് ഈ BNSനെ സംബന്ധിച്ചിടത്തോളം. ഇത് കാലത്തിൻ്റെ ഒരു മാറ്റം കൂടി കണ്ടുകൊണ്ടാണ് ഒരുപാട് ഓർഗനൈസ്ഡ് ക്രൈംസ് നടക്കുന്നുണ്ട്. ക്രൈം ആസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാണ് മലയാളത്തിൽ പറയുന്നത്, ഇംഗ്ലീഷിൽ. ഓക്കെ. Similar, the punishment for petty organized crime. Whoever commits any petty organized crime shall be punished with an imprisonment for a term which shall not be less than 1 year, but which may extend to 7 years and shall also liable to fine. 1 വർഷം മുതൽ 7 വർഷം വരെയാണ് പെറ്റി ഓർഗനൈസ്ഡ് ക്രൈംസിന് ശിക്ഷ. ഫൈനും ഉണ്ടാവും. അതിൽ ഇതൊക്കെ വരും കേട്ടോ. ഈ പെറ്റി ഓർഗനൈസ് ചീട്ട് കളിക്കുക, ചൂത് കളിക്കുക,
നിരന്തരമായിട്ട് ചൂതുകളി നടത്തുക, പണം വെച്ച് ചീട്ട് കളിക്കുക. ശ്രദ്ധിച്ചു മതി. അതിനെയൊക്കെ 1 വർഷം മുതൽ 8 വർഷം വരെ 7 വർഷം വരെ അപ്പം ഇങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാണ് ഇതിൽ. ഇത് നോക്ക്. ഇനി അതുപോലെ തന്നെ ടെററിസ്റ്റ് ആക്ട്സ്. ഇത് ടെററിസം എന്ന് പറയുന്ന സംഗതിക്ക് ശിക്ഷയൊക്കെ ഉണ്ട്. UAPA അങ്ങനെ കുറേ സാധനം, ടാഡ, അങ്ങനെയൊക്കെ കുറേ സംഗതി നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ കാരണം വെച്ചാൽ IPC അതിനെ നേരിട്ട് ഡീൽ ചെയ്യാൻ പര്യാപ്തമല്ല, ശേഷിയില്ലാത്തതുകൊണ്ടാണ്. കാരണം പണ്ട് ഈ ടെററിസം എന്ന് പറയുന്ന സാധനം നമ്മൾ ഈ രീതിയിൽ കണ്ടിട്ടില്ല. അപ്പോൾ ഇന്ന് ലഷ്കർ ഇ തൊയ്ബ, പിന്നെ ഹിസ്ബുൾ മുജാഹിദീൻ, പിന്നെ ആനക്കൊണ്ട, ഇങ്ങനെയൊക്കെയുള്ള ഐറ്റംസൊക്കെ വന്നതോടുകൂടി ഇതൊരു പുതിയ ഐറ്റമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അതൊരു സ്റ്റേറ്റ് നേരിടുന്ന, സമൂഹം നേരിടുന്ന ഒരു വലിയ വെല്ലുവിളി ആയതുകൊണ്ട് തന്നെ BNSൽ ഈ BNSൻ്റെ ഭാഗമായിട്ട് തന്നെ ടെററിസം ആക്ടിവിറ്റീസ് അതിൻ്റെ ഡെഫിനിഷനും അതിൻ്റെ വിശദീകരണങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. എ ന്യൂ ഒഫൻസ് ഓഫ് ടെററിസം ആക്ട് സെക്ഷൻ 113 of BNS is a new provision. Section 113 provides under whoever does any act with the intent to threaten or likely to threaten the unity, integrity, sovereignty, security and economic security of India. ഇന്ത്യയുടെ സാമ്പത്തിക സുരക്ഷിതത്വം, ഇന്ത്യയുടെ പരമാധികാരം, ഇന്ത്യയുടെ സുരക്ഷ, ഇന്ത്യയുടെ ഐക്യം, ഇതിനെതിരെയൊക്കെ ആരെങ്കിലും ഏതെങ്കിലും പ്രവൃത്തി അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യത്തോടെ നടത്തി കഴിഞ്ഞാൽ അത് ടെററിസമാണ്. ആൻഡ് ഇന്ത്യ ടു സ്ട്രൈക്ക് ടെറർ, വേറൊന്നുകൂടെ പറയുന്നത് സ്ട്രൈക്ക് ടെറർ ഓർ ലൈക്ലി ടു സ്ട്രൈക്ക് ടെറർ ഇൻ ദ പീപ്പിൾ ഓർ എനി സെക്ഷൻ ഓഫ് പീപ്പിൾ ഇൻ ഇന്ത്യ ഓർ ഇൻ എ ഫോറിൻ കൺട്രി. ഇന്ത്യയിൽ മാത്രമല്ല, ഫോറിൻ കൺട്രിയിലും ഇന്ത്യക്കാരാണ് ചെയ്യുന്നതെങ്കിൽ അവരെ അവിടെ ഈ BNSൻ്റെ പരിധിയിൽ വരും. ആളുകളെ ഭയപ്പെടുത്തുക, കൊല്ലുക, ഇന്ത്യയുടെ ഐക്യത്തെയും പരമാധികാരത്തെയും സുരക്ഷയെയും എല്ലാം നശിപ്പിക്കുക, അങ്ങനെയുള്ള ആക്റ്റാണ്. അതിൻ്റെ ശിക്ഷകൾ പറയുന്നുണ്ട്. ഡെത്ത് ഓഫ് ഓർ ഇഞ്ചുറി ഓഫ് എനി പേഴ്സൺ ഓർ പേഴ്സൺസ്. ഇത് ലൈക്ലി ടു കോസ്. ഈ ടെററിസത്തിൽ പറയുന്നുണ്ട്, ഇത് ടെററിസം ആക്റ്റായിട്ട് വരുന്നത് ആരുടെങ്കിലും മരണത്തിൽ കലാശിക്കുകയോ ആർക്കെങ്കിലും പരിക്ക് വെക്കുകയോ ഒക്കെ ചെയ്യാം. ലോസ് ഓർ ഡാമേജ് ഡിസ്ട്രക്ഷൻ ഓഫ് പ്രോപ്പർട്ടി. ആരെങ്കിലും വസ്തുവകൾ, ഇപ്പോൾ ബോംബൊക്കെ പൊട്ടി നിങ്ങളുടെ കടയൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിലും ടെററിസ്റ്റ് ആക്റ്റാണ്. ഡിസ്റപ്ഷൻ ഓഫ് എനി സപ്ലൈ സർവീസസ് എസെൻഷ്യൽ ടു ലൈഫ്. കറണ്ട് പോവുക, ഇൻ്റർനെറ്റ് പോവുക, നിങ്ങളൊരു ടെററിസ്റ്റ് ആക്ട് വഴി നടത്തുക, അതെല്ലാം ടെററിസ്റ്റ് ആക്റ്റാണ്. ഡാമേജ് ടു മോണിറ്ററി സ്റ്റെബിലിറ്റി ഓഫ് ഇന്ത്യ. ഇപ്പോൾ കള്ളനോട്ടടി വിതരണമൊക്കെ ഇതിനകത്ത് വരും. നമ്മുടെ എക്കണോമിക് സ്റ്റെബിലിറ്റിക്കെതിരെയുള്ള ആക്റ്റും ടെററിസ്റ്റ് ഇതാണ്. സ്മഗ്ലിംഗ്, സർക്കുലേഷൻ ഓഫ് കൗണ്ടർ ഫെയ്റ്റിംഗ് ഇന്ത്യൻ പേപ്പർ കറൻസി, കോയിൻ ഓർ എനി അതർ മെറ്റീരിയൽ. ഡാമേജ് ഓർ ഡിസ്ട്രക്ഷൻ ടു ദ പ്രോപ്പർട്ടി ഇൻ ഇന്ത്യ ഇൻ എ ഫോറിൻ കൺട്രി യൂസ്ഡ് or intended to use as a defense of India or in connection with the purchase of government of India, any state or in their agencies. അപ്പോൾ പലതരത്തിൽ ഇന്ത്യക്കും ഇന്ത്യയിലെ ജനങ്ങൾക്കും ഭീതി ഉണ്ടാക്കുന്നതും നാശനഷ്ടം ഉണ്ടാക്കുന്നതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ടെററിസം എന്നുള്ള രീതിയിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇനിയുണ്ട് കുറച്ച്, ഞാനത് ഇത്രയും എടുത്തോളൂ. അപ്പോൾ ഈ ടെററിസം എന്ന് പറയുന്ന ഒരു ക്രൈമിൻ്റെ ഒരു പുതിയ ഫോമിനെ വളരെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് BNSൽ. ഇനി മറ്റൊന്നുള്ളതാണ് ഈ നെഗ്ലിജൻറ്റ് ഡ്രൈവിങ്ങിൻ്റെ കാര്യത്തിൽ. ഞാൻ പറഞ്ഞത് മരവിപ്പിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ ഞാനിപ്പോൾ പറയുന്നില്ല. 2 വർഷം എന്നുള്ള മനഃപൂർവ്വം അല്ലാത്ത നരഹത്യക്ക് 2 വർഷം എന്നുള്ളത് 5 വർഷമായിട്ടും, പിന്നെ റിപ്പോർട്ട് ചെയ്യാതെ വണ്ടി ഓടിച്ചു പോകുന്നത് 10 വർഷമായിട്ട് മാറ്റിയിട്ടുണ്ട്. പക്ഷേ അത് ഈ വണ്ടി ഓടിക്കുന്നവരുടെ പ്രതിഷേധം കാരണം അത് ചവിട്ടി പിടിച്ചിരിക്കുകയാണ്. ഇതെന്തിനാണ് ഇത്രയും എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇനി അടുത്തത് സെഡീഷൻ, രാജ്യദ്രോഹം എന്ന് പറയുന്ന ഒരു കുറ്റം, രാജ്യദ്രോഹ കുറ്റം എന്ന് പറയുന്ന സംഗതി ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ നിന്ന് പോവുകയാണ്. എന്താണ് ഈ രാജ്യദ്രോഹം എന്ന് പറയുന്നത്? നമ്മൾ രാജ്യദ്രോഹി എന്നൊക്കെ വിളിക്കാതിരിക്കും. ഈ രാജ്യദ്രോഹ കുറ്റം എന്ന് പറയുന്ന സംഗതി ബ്രിട്ടീഷുകാരെ ഇന്ത്യക്കാർക്കെതിരെ കൊണ്ടുവന്നതാണ്. ഒരുപാട് പേര്, ഭഗത് സിംഗ് ആയാലും സെഡീഷൻ, ഇതൊരു പലതും വധശിക്ഷയാണ് കൊടുത്തിരുന്നത്. ജീവപര്യന്തം, ഡബിൾ ജീവപര്യന്തം, ഇങ്ങനെയൊക്കെയുള്ള സംഗതിയായിരുന്നു കൊടുത്തത്. അപ്പോൾ ആ സെഡീഷൻ എന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തിനെതിരെയുള്ള കുറ്റമാണ്. അന്ന് കൊളോണിയൽ മാസ്റ്റേഴ്സിനെതിരെ കോളനിയിലെ ജനങ്ങൾ നടത്തുന്ന സമരമായതുകൊണ്ടാണ് അവർ അതിനെ അടിച്ചമർത്താനായിട്ട് സെഡിഷൻ ലോസ് കൊണ്ടുവരുന്നത്. വളരെ ഡ്രക്കോണിയനായിട്ടുള്ളതായിരുന്നു. സെഡിഷൻ എന്നുള്ള സംഗതിയെ നമ്മൾ എടുത്തു കളഞ്ഞിരിക്കുന്നു. പക്ഷേ സെഡിഷൻ എടുത്തു കളഞ്ഞെങ്കിലും നമ്മൾ രാജ്യത്തിനെതിരെയുള്ള കുറ്റം എന്നുള്ളത് ആസച്ച് എടുത്ത് കളഞ്ഞിട്ടില്ല. അത് ട്രീസൺ എന്നുള്ള രീതിയിൽ നമ്മൾ റീമോൾഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ റീമോൾഡ് ചെയ്യപ്പോഴും ഈ സെഡിഷൻ്റെ അത്രയും ശിക്ഷയൊന്നുമില്ല. നമുക്കതാണ് ട്രീസൺ ആണ് നമുക്കിപ്പോൾ ഇനി ഉള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നത് എന്താണ്? In order to expel the British from the country, the thousands of freedom fighters spent their golden years of their lives in jail on charge of sedition. Abolition of this offense in independent India will give satisfaction to their souls എന്നൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. അതായത് പണ്ട് നേതാക്കന്മാരെല്ലാം സെഡിഷനിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു, അവരെ പലരെയും കൊന്നു, പലരെയും നാടുകടത്തി, പലരെയും ജീവപര്യന്തം ശിക്ഷിച്ചു.
അവരെയൊക്കെ ആത്മാവ് ഇത് കണ്ട് സന്തോഷിക്കുന്നുണ്ടാകും, ഇനി അങ്ങനെ ഒരു കുറ്റമില്ല എന്ന്. പക്ഷെ ഇങ്ങനെ ഒരു കുറ്റം ഇല്ല എന്നുണ്ടെങ്കിലും ഈ സെഡിഷന് വരാനുള്ള ട്രീസൺ നിങ്ങൾ നോക്കുക. 150 BNSന്റെ 150 പറയുന്നു, എനി വൺ ഹു പർപ്പോസ്ഫുള്ളി ഓർ നോയിങ്ലി ത്രൂ സ്പോക്കൺ ഓർ റിട്ടൺ വേർഡ്, സൈൻസ്, വിസിബിൾ റെപ്രസെൻറ്റേഷൻ, ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ, പോസ്റ്ററൊക്കെ, ഫിനാൻഷ്യൽ മീൻസ്, പണം ഇറക്കുന്നു, ഓർ എനി അതർ മീൻസ്, ഇൻസൈറ്റ് ഓർ അറ്റംപ്റ്റ് ടു ഇൻസൈറ്റ് സെസഷൻ, വിഭജനം, വിഘടനവാദം, ആംഡ് റെബലിയൻ, സ്റ്റേറ്റിനെതിരെയുള്ള റെബലിയൻ, സബ്വേഴ്സീവ് ആക്ടിവിറ്റീസ്, പിന്തിരിപ്പനായിട്ടുള്ള കുത്തിത്തിരിപ്പുകൾ, പ്രൊമോട്ട് സെപ്പറേറ്റിസ്റ്റ് സെൻറ്റിമെൻറ്റ്സ്, അതായത് ഇപ്പോൾ ദക്ഷിണേന്ത്യയൊക്കെ വിട്ടുപോകണമെന്നൊക്കെ പറഞ്ഞൊക്കെയുള്ള കുറേ എന്താ പറയുന്നത്, കുറേ ലിറ്ററേച്ചറൊക്കെ വരാറില്ലേ ഇത്തരം സാധനങ്ങൾ. ദെർബൈ എൻഡേഞ്ചറിങ് ദ സോവറിനിറ്റി, യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ഇന്ത്യ, അങ്ങനെ ഇന്ത്യയുടെ പരമാധികാരത്തെയും ഐക്യത്തെയും ദേശീയോദ്ഗ്രഥനത്തെയൊക്കെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ആരെങ്കിലും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ആംഗ്യം കൊണ്ടോ വ്യംഗ്യം കൊണ്ടോ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ കൊണ്ടോ പണം ഇറക്കിയോ കള്ളപ്പണം ഇറക്കിയോ എങ്ങനെ ചെയ്താലും അവർ ദ പണിഷ്മെൻറ്റ് ക്യാൻ ബി ഫ്രം 7 year prison sentence to life in prison. അങ്ങനെയുള്ളവർക്ക് 7 വർഷം മുതൽ ജീവപര്യന്തം വരെ കിട്ടാം. അപ്പോൾ സെഡിഷൻ എന്ന് പറയുന്ന സംഗതി ഇതിനകത്തില്ല, പക്ഷെ ട്രീസൺ എന്ന് പറയുന്ന സാധനം ഉണ്ട്. ട്രീസൺ കുറച്ചുകൂടെ മയമുള്ളതാണ്, പക്ഷെ വേറെ രീതിയിലാണ്. ഇന്ത്യക്കെതിരെ നീങ്ങിക്കഴിഞ്ഞാൽ അത് ഇന്ത്യൻ ന്യായവ്യവസ്ഥയിൽ കുറ്റം തന്നെയാണ് എന്നുള്ളത്. ഇനി മറ്റൊന്നുള്ളതാണ്, പണ്ട് നമ്മൾ ഏറ്റവും വലിയ പറഞ്ഞ ഗിരീഷൊക്കെ പല സമയത്തും വീർമ കൂട്ടിയിട്ടുള്ള കാര്യമാണ്. എന്താണ്, നമ്മൾ ആരെങ്കിലും എവിടെയെങ്കിലും ഈ പണം കൈകാര്യം ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ വരുന്ന കുറേ കറൻസി ചിലപ്പം കള്ളനോട്ടായിരിക്കും. ഈ കള്ളനോട്ട് നമ്മൾ അറിയുന്ന പോലും ഉണ്ടാവില്ല, നമ്മുടെ പോക്കറ്റിൽ ഒരു കള്ളനോട്ടായിരിക്കും, പക്ഷേ അതൊരു ഒരു ഒഫൻസാണ്. നമ്മൾ ഇത് കള്ളനോട്ടാണ് നമ്മൾ അറിയാതെ കൈവച്ചിരിക്കുന്നതും കുറ്റകരമായിരുന്ന പീനൽ കോഡിൽ നിന്ന് ഇപ്പോഴത്തെ BNSൽ കൈവശം വെച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം നിങ്ങളെ ശിക്ഷിക്കില്ല. പകരം നിങ്ങൾ അതിൻ്റെ ഗുണം ഉണ്ടാക്കാനായിട്ട് മനഃപൂർവ്വം ശ്രമിക്കുന്നു എന്ന് ഉറപ്പ് വന്ന് തെളിയിച്ചാൽ മാത്രമേ നിങ്ങളെ ശിക്ഷിക്കൂ. അതും അതിനകത്ത് പ്രശ്നമാണ്. അപ്പം നിൻ്റെ കയ്യിരിക്കുന്നൊരു കറൻസി നീ ഒരാൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയാണ് ഈ മനഃപൂർവ്വം എന്നുള്ളൊരു സംഗതി. ഇതൊക്കെ എങ്ങനെ തെളിയിക്കും എന്നുള്ളത് വാങ്ങുന്ന ആളും അറിയുന്നില്ല, നമ്മളും അറിയുന്നില്ലല്ലോ. നമ്മുടെ കയ്യിലൊരു കറൻസി വരികയാണ്, അത് കള്ളനോട്ടാണെന്ന് ഇരിക്കട്ടെ, നമ്മളത് നോക്കുന്നില്ല, എടുത്ത് കൊടുക്കുന്നു, 100 രൂപ കൊടുക്കുന്നു, പെട്രോൾ അടിക്കുന്നു, അവനും 100 രൂപ വാങ്ങിച്ചു വെക്കുന്നു. പിന്നെ കുറേ കഴിഞ്ഞ് നമ്മളത് അറിയുന്നില്ലല്ലോ. അതെ, അങ്ങനെ ചെയ്യാം. അല്ല, അതിപ്പോൾ ഇതിനകത്ത് കുറച്ച് ഒരാളുടെ കയ്യിൽ നിന്ന് കള്ളനോട്ട് കൊടുത്ത് അയാളൊരു സാധനമോ സേവനമോ വാങ്ങിക്കാൻ കഴിഞ്ഞു എന്നുള്ളതുകൊണ്ട് മാത്രം അയാളെ കുറ്റക്കാരനാവുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്തൊരിത്. അത് മനഃപൂർവ്വം ആയിരുന്നു എന്ന് തെളിയിക്കണം. അതായത് അപ്പുറത്താണ് തെളിയിക്കേണ്ടുന്ന ബാധ്യത. പണ്ട് എങ്ങനെയായിരുന്നില്ല, നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ തന്നെ നമ്മൾ അതാണ്. ഇതിപ്പോഴും ഇതിനകത്ത് പ്രശ്നമുണ്ട്, എന്നാലും ഇത് കുറച്ചുകൂടി ഇതാക്കിയിട്ടുണ്ട്.